ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്. നമ്മൾ കന്യാകുമാരി പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മളങ്ങനെ കന്യാകുമാരി ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം സമയം രാവിലെ ഒരു 6:30 സമയം ആയിട്ടേ ഉള്ളൂ. നമ്മളങ്ങനെ നടന്ന് കടലിനടുത്തേക്ക് എത്താൻ പോവുകയാണ്. രാവിലെ 6:30 എന്ന് പറഞ്ഞാലും ഇവിടെ ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എത്തുന്നത്. സൂര്യൻ ഒക്കെ ഉദിച്ച് നല്ല വ്യക്തമായിട്ടുണ്ട്. അത് നമ്മൾ രാവിലെ വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേങ്കിൽ നമ്മൾ താമസിച്ചാണ് എഴുന്നേറ്റത്. അങ്ങനെ നമ്മൾ നടന്ന് ആ സ്ഥലത്തേക്ക് എത്തി. രാവിലെ തന്നെ ധാരാളം കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. കളിപ്പാട്ടവും തുണിയും ഒക്കെ വിൽക്കുന്ന ഒരുപാട് പേരെ ഇവിടെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ സൂര്യൻ ഉദിച്ചു പൊങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അത് കാണാൻ വേണ്ടി ധാരാളം ആളുകളെയും നമുക്കിവിടെ കാണാം. അങ്ങനെ നമ്മൾ നടന്ന് മുന്നിലേക്ക് പോവുകയാണ്. സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ കാണുന്നതാണ് വിവേകാനന്ദ പാറ. ഇവിടെ ധാരാളം ശംഖുകളൊക്കെ, പല മോഡലുള്ള ശംഖുകളൊക്കെ നമുക്ക് കാണാം. ഇതാണ് വിവേകാനന്ദ പാറ. അങ്ങനെ സൂര്യോദയം കണ്ട് ഫോട്ടോ എടുക്കുവാനും ഒക്കെ ഒരുപാട് പേര് കടലിന് സമീപത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതായൊക്കെ കാണുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു പാറപ്പുറത്താണ്. ഇത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്, ഈ സൂര്യൻ ഉദിച്ചു വരിക എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ കുറച്ച് പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളും കടലിൻ്റെ തീരത്തേക്ക് ഇറങ്ങി. ഇവിടെ മുഴുവൻ പാറയാണ്. പാറപ്പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടേക്കായിട്ട് ഒരുപാട് പേര് നമുക്ക് കാണാൻ സാധിക്കും. തമിഴ്നാട്ടിലെ ഒരു പ്രധാന പട്ടണമാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേപ്പ് കോമറിൻ എന്നറിയപ്പെട്ടിരുന്നു. കന്യാകുമാരിക്ക് ഏറ്റവും അടുത്ത പട്ടണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ്. ധാരാളം ആളുകളാണ് രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നത്. അങ്ങനെ നമ്മൾ സൂര്യൻ ഉദിച്ചു ചെയ്യുന്ന നല്ലൊരു കാഴ്ചയാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിവേകാനന്ദ സ്വാമി ഈ കടൽ നീന്തിക്കടന്ന് അപ്പുറത്ത് കാണപ്പെടുന്ന ആ പാറയിൽ പോയി ധ്യാനിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് അവിടെ ഒരു സ്മാരകം പണിതതെന്നൊക്കെ ആണ് ചരിത്രം പറയുന്നത്. ഇതിനപ്പുറത്തൊരു മണ്ഡപമുണ്ട്, കൽമണ്ഡപം. നമുക്കിനി അവിടേക്ക് പോവാം. അങ്ങനെ നമ്മൾ ആ മണ്ഡപത്തിനടുത്തെത്തി. ഇവിടെ ഒരാളിരുന്ന് പൂജയൊക്കെ ചെയ്യുന്നതാണ്. ഇത് ഈ മരിച്ചുപോയവർക്കുള്ള ബലി അർപ്പിക്കുന്നതിന് വേണ്ട ചടങ്ങാണ്. ധാരാളം ആളുകൾ ഇവിടെ വന്ന് ബലിയിടുന്നതും കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കുറച്ച് സ്വാമിമാരെയൊക്കെ കാണാം. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടിച്ചേരുന്ന ഭാഗമായിട്ടാണ് ഇതിനെ ഇവിടെ അറിയപ്പെടുന്നത്. ഇതാണ് ആളുകൾ ബലിയിടുന്നത്. ഇവിടെ മുഴുവൻ പാറയാണ് കടലിൽ നമുക്ക് സാധാരണ കാണാൻ കഴിയുന്നത്. സൂര്യൻ നല്ലതുപോലെ ഉദിച്ചു ചേർന്ന് നല്ല ഇതായിട്ടുണ്ട്. അങ്ങനെ നമുക്കിനി ഇവിടുന്ന് പുറത്തേക്ക് പോവാം. അങ്ങനെ ഇവിടെ ഒരു കടയിൽ വന്നു.
അങ്ങനെ നമ്മൾ കടയിലെ കാഴ്ചകളാണ്. ദാ ഇവിടെ കുറേ ശില്പങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാം. ആനയുടെയും ബുദ്ധൻ്റെയും വിവേകാനന്ദ സ്വാമിയുടെയും കൃഷ്ണൻ്റെയും രാധയുടെയൊക്കെ. കന്യാകുമാരി പ്രധാനമായും കാണുന്നതാണ് ഈ ചിപ്പി കൊണ്ടുള്ള ഈ മാല. പിന്നെ ഇവിടെ കുറച്ച് കരടിപ്പാവുകളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ധാരാളം കടകളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്നതും പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ ഈ ശംഖെന്ന് പറയുന്നത്. അങ്ങനെ പെൺകുട്ടികൾക്കുള്ള മാലയും വളയും പാവക്കുട്ടികളെയും വീണ്ടും ചിപ്പികൾ കൊണ്ടുള്ള മാലകൾ, പിന്നെ പല പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ കന്യാകുമാരിയിലെ സൂര്യോദയമൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തി തിരിച്ച് റൂമിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.